അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അമ്പാട്ട് കുടുംബത്തിലെ എല്ലാവരും മഞ്ജു, രമ്യയും അനന്തവും ഒക്കെ ചോദിക്കുന്നുണ്ട്, അച്ചു എന്താ ചേച്ചിയോട് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, അവൻ്റെ വിഷമങ്ങൾ പറഞ്ഞതാണ്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞതിന് ശേഷം അർച്ചന അവിടെ നിന്നും ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോവുകയാണ് കേട്ടോ. പിന്നീട് വിജയശങ്കറിൻ്റെ ഓഫീസിൽ ജഗദീഷ് വക്കീലും എല്ലാവരും വരികയാണ് കേട്ടോ. അതിനുശേഷം ജഗദീഷ് വക്കീലിനോട് വിജയശങ്കർ ചോദിക്കുകയാണ്, ആ JK ആയിട്ട് അർച്ചനയ്ക്ക് അവിഹിത ബന്ധം ഉണ്ട് എന്ന് പറയുന്നത് സത്യമാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജഗദീഷ് വക്കീൽ പറയുകയാണ്, ശരിക്കും 100% ഉറപ്പാണ്. കാരണം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് പല പ്രാവശ്യം പലതും ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഓട്ടോറിക്ഷയിൽ വരുന്നതും അങ്ങനെ പല പ്രശ്നങ്ങളും പല പ്രാവശ്യവും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് 100% ഉറപ്പാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ വിജയശങ്കറിന് ആകെ ദേഷ്യവും ഒരു തരം മാനസിക ഒരു വിഷമമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതേസമയം ചിന്നു കോളേജിലേക്ക് പോകുമ്പോൾ ആര്യ രുക്കും ചന്ദ്രയും പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ടാണല്ലോ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരിക്കും ചിന്നുമോൾ. അപ്പോൾ അങ്ങോട്ടേക്ക് ആര്യ വരികയാണ് കേട്ടോ. എന്താ സുഖമല്ലേ നിനക്ക് എന്നിങ്ങനെ ചോദിക്കുകയാണ് ചിന്നുമോൾ. നിനക്കല്ലേ ഇപ്പം നല്ല സുഖം, നിൻ്റെ വീട്ടിലല്ലേ പുതിയ പുതിയ കാര്യങ്ങൾ നടക്കുന്നത് എന്നിങ്ങനെ ചിന്നുവിനോട് ആര്യ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ചിന്നു ചോദിക്കണം, എന്താ കാര്യങ്ങൾ പറയണത് നടക്കണത് എന്ന് ചോദിക്കുമ്പോൾ, നിൻ്റെ അമ്മയല്ലേ ഇപ്പം ഹീറോ ആയിട്ട് നടക്കുന്നത്, നിൻ്റെ അമ്മയുടെ കാര്യങ്ങളല്ലേ ലോകം മുഴുവൻ പറഞ്ഞു നടക്കുന്നത്, അത് നീ അറിഞ്ഞില്ലേ ചോദിക്കും കേട്ടോ. ആകെ ചിന്നു ആകെ ഞെട്ടിപ്പോകണം, എന്താ നീ പറയണത്, എന്താ എൻ്റെ അമ്മയെക്കുറിച്ച് പറയണത് എന്ന് ചോദിക്കുമ്പോൾ ചിന്നുവിനോട് ആര്യ പറയണം കേട്ടോ, നീ അതൊന്നും അറിഞ്ഞില്ലേ, നിൻ്റെ അമ്മയുടെ ഓഫീസിലെ ഒരു സ്ത്രീ വന്നിട്ട് ബഹളം ഉണ്ടാക്കി, എന്താ കാരണം എന്നറിയോ, ആ സ്ത്രീയുടെ ഭർത്താവിനെ നിൻ്റെ അമ്മ എടുത്തിരിക്കുകയാണ്, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ചിന്നു, ആര്യ നീ എന്താ പറയണത് എന്ന് പറഞ്ഞിട്ട് ആര്യയോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അതേസമയം ആര്യ പറയണത്, എന്നോട് ദേഷ്യപ്പെടണ്ട, ലോകം മുഴുവൻ എല്ലാവരും പറഞ്ഞു നടക്കുകയാണ്, എല്ലാ അഡ്വക്കേറ്റിൻ്റെ ഓഫീസിലും എല്ലാവരും പറയണം, അല്ലാതെ ഞാനിപ്പോൾ എങ്ങനെയാണ് ആ കാര്യം അറിയുക എന്നിങ്ങനെ ചിന്നുവിനോട് ആര്യ തറപ്പിച്ച് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ചിന്നുവിനാകെ ഭയങ്കര സങ്കടമാവുകയാണ്. ചിന്നു കോളേജിൽ പോവാതെ തിരിച്ച് വീണ്ടും അർച്ചനയുടെ ഓഫീസിലേക്ക് പോവുകയാണ്. ചാനലൊന്ന് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.